രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷവും അതുപോലെ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിൻ്റെയും ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഉദ്ഘാടനം നടക്കാൻ ഇനി ഏതാനും സമയം മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ സംസ്ഥാനതല സംഘാടക സമിതി ചെയർമാൻ കൂടിയായ ബഹുമാനപ്പെട്ട മന്ത്രി AK ശശീന്ദ്രൻ നമ്മോടൊപ്പം ചേരുകയാണ്. സർക്കാർ അതിൻ്റെ വികസനോന്മുഖ ഭാഗങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു പരിപാടി എല്ലാ ജില്ലകളിലും സംഘടിപ്പിക്കുന്നത്. എങ്ങനെ വിശദമാക്കുന്നു ഈ കാര്യത്തെക്കുറിച്ച്? 1956 മുതൽ കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ജനകീയ ഗവൺമെൻറ്റുകളാണ് നമ്മളെ ഭരിക്കുന്നത്. എന്നാൽ ആ കാലങ്ങളിൽ ഒന്നും നടക്കാത്ത വിധത്തിലുള്ള ത്വരിതഗതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഈ 2016 മുതൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ച രാഷ്ട്രീയ നയത്തിൻ്റെ ഭാഗമായി സംഭവിച്ചത്. അങ്ങനെ ഒരു നയത്തിലേക്ക് എത്താൻ കാരണം വിവിധ തലങ്ങളിലുള്ള ആശയവിനിമയത്തോടുകൂടി അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് വിദ്യാഭ്യാസ സൗകര്യം മെച്ചപ്പെടുന്നു. അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ തൊഴിലിന് വേണ്ടി അന്വേഷിക്കുന്നു. ഉപരിപഠനത്തിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നു. ആരോഗ്യകരമായ സുരക്ഷിതത്വം അവരുണ്ട്. അപ്പോൾ അടിസ്ഥാന മേഖലകളിൽ വമ്പിച്ച മാറ്റം യുദ്ധകാലാടിസ്ഥാനത്തിൽ വരുത്തിക്കൊണ്ട് വികസനം നടപ്പിലാക്കിക്കൊണ്ട് നേട്ടങ്ങളുടെ ഫലം ജനങ്ങളിൽ എത്തിക്കുക എന്നൊരു സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത്. ഈ സമീപനത്തിന് സഹായകമായ നിലപാടല്ല കേന്ദ്ര ഭരണകൂടവും സംസ്ഥാനത്തെ പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൻ തോതിലുള്ള സാമ്പത്തിക നിക്ഷേപം ആവശ്യമായി വരുന്ന വികസന മേഖലകളിൽ പണം കണ്ടെത്താൻ ഞങ്ങൾ ഒരുങ്ങുകയായിരുന്നു. അതിനാണ് ഇന്ത്യക്ക് മുമ്പിൽ ഒരു പുതിയ മാതൃക എന്നുള്ള നിലയിൽ കിഫ്ബി എന്ന പുതിയ സാമ്പത്തിക സ്രോതസ് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നത്. ആ കിഫ്ബി നിലവിൽ വന്നതിനോടുകൂടി നമ്മുടെ ഗ്രാമീണ തലങ്ങളിലായാലും പട്ടണ പ്രദേശങ്ങളിലായാലും നമുക്ക് തൊട്ട് മുമ്പിൽ കാണാവുന്ന നേട്ടങ്ങളിലൂടെ ജനങ്ങൾ കടന്നു പോവുകയാണ്. ഇപ്പോൾ തന്നെ ഈ സമ്മേളന നഗരിയുടെ പാർശ്വഭാഗത്തോടുകൂടി പോകുന്ന ദേശീയപാത നാഷണൽ ഹൈവേ അതോറിറ്റി പിന്നെ പക്ഷേ അത് നടക്കുകയില്ല എന്ന് 2016 വരെ തീരുമാനിച്ച ഒരു സംസ്ഥാനത്താണ് സംസ്ഥാന ഗവൺമെൻറ് ഏതാണ്ട് 5000 കോടി രൂപയിലധികം ദേശീയപാത അതോറിറ്റിക്ക് നൽകിക്കൊണ്ട് വികസനത്തിന് വേണ്ടി ചെലവിടുന്ന പണം നാളെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഘടനയ്ക്ക് ശക്തി പകരുന്നതാണ് എന്ന കാഴ്ചപ്പാടോടുകൂടി ഞങ്ങൾ ശ്രമിച്ചത്. ആ ശ്രമത്തിൻ്റെ ഫലമായി അഭൂതപൂർവമായ മാറ്റമാണ് വിവിധ മേഖലകളിലുണ്ടായിട്ടുള്ളത്. എങ്ങനെയായിരിക്കും പിന്നെ എടുത്തു ചൂണ്ടിക്കാട്ടുന്ന വികസനങ്ങൾ? ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണല്ലോ. അത് എടുത്തു കാണിക്കുക എന്നതിൽ ഓരോ വാർഡിലെയും ജനങ്ങൾക്കറിയാം. ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോടുകൂടി ഓരോ വാർഡിലും വന്നിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനം തന്നെ നോക്കിയാൽ മതി. ഓരോ വാർഡിലും 4ഉം 5ഉം പ്രാദേശിക ഗ്രാമീണ റോഡുകളാണ് വിവിധ പദ്ധതികളിലൂടെ കേരള സർക്കാർ ഈ ഗ്രാമങ്ങളിൽ അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഗതാഗത സൗകര്യം ഒരുക്കുക എന്നതിന് മുതൽ ദീർഘദൂര യാത്രക്കാരായ വ്യാവസായിക മേഖലയെ ശക്തിപ്പെടുത്തുന്ന വിധത്തിലുള്ള ചരക്ക് ഗതാഗതം ഉൾപ്പെടെയുള്ള മെച്ചപ്പെടുത്തുന്നതിനുള്ള ദേശീയപാത പോലുള്ള സംസ്ഥാന പാത പോലുള്ള പാതകളിൽ നിന്ന് ലോകോത്തര നിലവാരം പുലർത്തുന്ന പാതകൾ ഇന്ത്യയിലുണ്ടെങ്കിൽ അത് ഈ കേരളത്തിലാണ് എന്നത് കേന്ദ്ര ഗതാഗത മന്ത്രി കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി സംബന്ധിച്ചിട്ടുണ്ട്. റോഡ് ഗതാഗതത്തിൻ്റെ ചുമതല വഹിക്കുന്ന നിതിൻ ഗഡ്കരി എപ്പോഴെല്ലാം കേരളത്തിൽ നിങ്ങൾക്ക് പഠിക്കാനും പരിശോധിക്കാനും വന്നിട്ടുണ്ടല്ലോ ആ ഘട്ടത്തിലെല്ലാം അദ്ദേഹം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വികസിത പ്രദേശമെന്നറിയുന്ന പൂന, നാഗ്പൂരുള്ളതിനോട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇതാണ് കേരളമാണ് മാതൃക. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും കാണിക്കുന്ന പ്രതിബദ്ധത മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തെ പോലുള്ള ഒരു നല്ല ഭരണാധികാരിയാണ് അദ്ദേഹം. നല്ലൊരു ഭരണാധികാരിക്ക് പറയാൻ തോന്നിയതെങ്കിൽ കേന്ദ്രത്തിലെ പ്രധാനമന്ത്രി വരെ ഇവിടെ വന്നാൽ കേരള ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തുന്നത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കണം. അതൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി പുകഴ്ത്തുന്നതാണ് എന്ന് കരുതാൻ ഞങ്ങളൊരുക്കമില്ല. അദ്ദേഹം കാണുകയാണ്. ഇപ്പോൾ സംഘടിപ്പിക്കുന്ന ഈ പരിപാടി എല്ലാ ജില്ലകളിലുണ്ട്. സംസ്ഥാനതല ഉദ്ഘാടനം കാസർഗോഡ് ഇവിടെ കാലിക്കടവിൽ നടക്കുകയാണ്. ഏത് രീതിയിലായിരിക്കും ഇത് സർക്കാരിനും അതുപോലെ തന്നെ ഭരണ മുന്നണിക്കും ഇത് സഹായമാകുക? അല്ല, ഞങ്ങൾക്കതിനകത്തൊരു സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നിലപാടാണ്. കാരണം എന്താണ് കേരളം, എവിടെയാണ് കേരളം നിൽക്കുന്നത്, ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്, ഇത് സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വിവിധ തലങ്ങളിലുള്ള സംവാദങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് കാണുക, സംവാദങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും ഇനിയുള്ള 25 വർഷക്കാലത്തെ
കേരളം ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ എന്താണ് എന്ന് ചർച്ച ചെയ്യുക, ആ മാറ്റങ്ങളിലേക്ക് നടന്നു നീങ്ങാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക. ആ ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചതുകൊണ്ട് മാറ്റത്തിൻ്റെ കാറ്റ് എല്ലാ മേഖലയിലും വീശിക്കൊണ്ടിരിക്കുന്ന ഒരു സുഗതമായ ഒരു കാഴ്ചക്കാണ് സാഹചര്യത്തിലാണ് കേരളത്തിലുള്ളത്. ഇന്ന് കേരളത്തിൽ നിക്ഷേപങ്ങൾ മുടക്കുന്നതിന് തടസ്സമില്ല, തൊഴിൽ സമരങ്ങളുടെ പ്രശ്നങ്ങളില്ല, ശാന്തമായ അന്തരീക്ഷം, ഗവൺമെൻറ്റിൻ്റെ സഹായകമായ നിലപാട്, ഏകജാലക സംവിധാനത്തിലൂടെ സംരംഭകർക്ക് വളരെ അഭിമാനത്തോടുകൂടി വരാൻ കഴിയുന്നത്, സ്റ്റാർട്ടപ്പുകൾ 1 ലക്ഷം തുടങ്ങണമെന്ന് ആഗ്രഹിച്ച സ്ഥലത്ത് 2.5 ലക്ഷവും 3 ലക്ഷവുമായി വർദ്ധിച്ചതിന് ചെറുപ്പക്കാരെങ്ങനെ ഈ ഗവൺമെൻറ്റിൻ്റെ പുതിയ നയസമീപനങ്ങളോട് പ്രതികരിക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു ലക്ഷണമായി നമ്മൾ കാണേണ്ടത്. ആ ലക്ഷണമാകട്ടെ വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ ഗവൺമെൻറ്റിന് അനുകൂലമായ നിലപാടുണ്ടാക്കുമെന്ന് ഞങ്ങൾ കണക്കാക്കുന്നതിൽ അല്ലെങ്കിൽ കണക്ക് കൂട്ടുമ്പോൾ അതൊരു അശാസ്ത്രീയമായ കണക്കൂട്ടലാണെന്ന് ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നു. ചടങ്ങ് കൃത്യം എത്ര മണിക്ക് തുടങ്ങും? 10 മണിക്ക് തന്നെ തുടങ്ങും. 10 മണിയോട് കൂടി തന്നെ 10 മണിക്ക് മുഖ്യമന്ത്രിയോട് എത്തി നാട മുറിച്ച് സ്റ്റേജിലേക്ക് പോയി ഉദ്ഘാടന സമ്മേളനം ചെറിയ സമയം കൊണ്ട് നടത്തി 11 മണിക്ക് ബേക്കലിൽ നമ്മുടെ ഈ വിവിധ മേഖലകളിലുള്ള പൗരപ്രമുഖരല്ല, എല്ലാവരും പൗരപ്രമുഖരാണ്. ഞങ്ങൾ വിളിച്ചു കൂട്ടിരിക്കുന്ന വിവിധ മേഖലകളിൽ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കാൻ കഴിയുന്ന സമൂഹത്തിൻ്റെ പരിച്ഛേദത്തെയാണ് ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുന്നത്. ഏതെങ്കിലും പ്രമാണിമാരെ വിളിച്ച് ഒരു ചായ കൊടുത്ത് ചർച്ച നടത്താമെന്നുണ്ടെങ്കിൽ ലഘൂകരിക്കുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൃത്യസമയത്ത് തന്നെ ഇവിടെ കാലിക്കടവിലെത്തി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നാണ് മന്ത്രി A.K. ശശീന്ദ്രൻ അറിയിക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. കാസർഗോഡ് കാലിക്കടവിൽ നിന്നും സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്ന കാലിക്കടവ് മൈതാനിയിൽ നിന്നും അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്, കാസർഗോഡ്.